ഹായ് എവരി വൺ വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ മൈസെൽഫ് റെഹാൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് RRB ജെയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ജെയുടെ കേസ് പറയുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ Tier 1 അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൽ 30-30 ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാറില്ല, ജെഇക്ക് ചോദിക്കാറില്ല. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? If the interest earned during the second year on a certain sum is 4,719 and the rate of interest is 10% per annum compounded annually, then the sum is okay. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരാൾ എത്രയോ എമൗണ്ട് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളുടെ സെക്കൻഡ് ഇയറിൽ അയാൾക്ക് കിട്ടിയ സം ആണ് തന്നിട്ടുള്ളത് അല്ലെ. സെക്കൻഡ് ഇയറിൽ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, അയാൾക്ക് കിട്ടിയ ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ല തന്നേക്കുന്നത്. ഇഫ് ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഇയർ, ഇൻട്രസ്റ്റ് രണ്ടാമത്തെ വർഷത്തിൽ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് മാത്രമാണ് എത്രയെന്ന് പറയുന്നത് 4,719 എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപയെ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജസ്റ്റ് അസ്യൂം ചെയ്യുക ആദ്യം. ഇത് ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അയാൾ 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, 100 രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 10% പെർ ആനം ആണ്. അതായത് ഒരു വർഷത്തിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ 10% പലിശ അയാൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയർ അയാൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും? 100 രൂപയുടെ 10% കിട്ടും. 100 രൂപയുടെ 10% എത്രയാ? 10 രൂപ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ആയിരിക്കും എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. രണ്ടാമത്തെ വർഷം അയാൾക്ക് എത്ര രൂപ പലിശ കിട്ടും? അയാളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? പറഞ്ഞേ. 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം അയാൾക്ക് 10 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷവും ഇത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ് അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ പലിശയ്ക്കും പലിശ കിട്ടും അല്ലെ. നമ്മുടെ ഇൻട്രസ്റ്റിനും എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഇയറിൽ ആവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 100 രൂപയുടെ 10% 10 രൂപയും പിന്നെ 10 രൂപയുടെ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ 10 റുപ്പീസ്, ആ 10 റുപ്പീസിന്റെ 10% കൂടെ കിട്ടും. 10 റുപ്പീസിന്റെ 10% എന്ന് പറയുന്നത് എത്രയാ? 10 രൂപയുടെ 10% എത്രയാ? 10/10 1. അപ്പൊ മൊത്തം എത്ര രൂപ കിട്ടി? 11 രൂപ കിട്ടി. അപ്പൊ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം അയാളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് 11 രൂപ എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ എത്രയോ രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ വർഷം അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് എത്രയെന്ന് പറയുന്നത് 4,790 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ 11 രൂപ എന്ന് പറയുന്നതായിരിക്കും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന? 4,719 റെപ്രസെന്റ് ചെയ്യുന്നത്. 11 4,719 ആണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് എത്രയായിരിക്കും? 4,719 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കും അല്ലെ. ഇത് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടി? 47, 44 4 തവണ, ബാക്കി റിമൈൻഡർ 3, 31, 22 2 തവണ, ബാക്കി 9 തവണ. 1 429 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? then the sum is, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപയാണെന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത് എത്ര അയാൾ ഇൻവെസ്റ്റ് ചെയ്ത? 100 രൂപയായിട്ട്. ഓക്കെ, 1 429 എന്ന് കിട്ടി. 1 429 ആണെങ്കിൽ 100 എത്രയാ? 429 into 100, അത് എത്രയെന്ന് കിട്ടി? 42900, 42,900. ഓക്കെ, എത്ര വന്നു? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇത് പിന്നെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ഇൻട്രസ്റ്റ് ഏൺ ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഇയർ ഓൺ എ സർട്ടൺ സമ്മീസ് എന്നാണ്. അപ്പൊ ചിലർ വിചാരിക്കും 2 വർഷം, ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും കൂടെ ചേർന്ന് കിട്ടിയതാണ് 4,790 ഇരുന്ന്. അല്ല, സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, the average of 7 consecutive odd numbers is 41. What is the smallest of these numbers? Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതായത് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 41. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാം. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് ആണ് ഏറ്റവും ചെറിയ ഓഡ് നമ്പർ എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എക്സ് ആണ് ഏറ്റവും ചെറിയ ഓഡ് നമ്പർ, സ്മോളസ്റ്റ് ഓഡ് നമ്പർ. ഇനി നോക്കുക, ദി ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. എക്സ് ആണ് ആദ്യത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്ര ആയിരിക്കും?
എക്സ് പ്ലസ് ടു ആയിരിക്കും. അടുത്ത ഓഡ് നമ്പർ എക്സ് പ്ലസ് ടു ആയിരിക്കും അല്ലെ. അതിന്റെ അടുത്ത ഓഡ് നമ്പർ എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. അതിന്റെ അടുത്തത് എക്സ് പ്ലസ് 6 ആയിരിക്കും. അതിന്റെ അടുത്തത് എക്സ് പ്ലസ് 8 ആയിരിക്കും. അതിന്റെ അടുത്തത് എക്സ് പ്ലസ് 10 ആയിരിക്കും. ഇനി അതിന്റെ അടുത്ത് എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 12 ആയിരിക്കും. ഇതായിരിക്കും 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സ് വേണമെങ്കിൽ ലാർജസ്റ്റ് എന്നും എടുക്കാം. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആയിരിക്കും. തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 4 ആയിരിക്കും. എങ്ങനെ എടുത്താലും കുഴപ്പം. ഇനി ഇതിന്റെ ആവറേജ് ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള 41 എന്ന് പറഞ്ഞു തന്നിട്ടുള്ള. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരിയാണ്. അതായത് ഇതിന്റെ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഇതിന്റെ സം ഡിവൈഡഡ് ബൈ 7, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. അതാണ് എന്തിന് ഈക്വൽ ആയിട്ടുള്ളത്? 41 ആയിട്ട് ഈക്വൽ അല്ലെ. അപ്പൊ ഇതിന്റെ സം ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടി? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, മൊത്തം 7 എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് എത്രയാ? 7x. 7x പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടി നോക്കിയേ? 8 പ്ലസ് 12 എത്ര? 20. 20 പ്ലസ് 10 30. 30 പ്ലസ് 6 36. 36 പ്ലസ് 4 40. 40 പ്ലസ് 2 42. 42 ഡിവൈഡഡ് ബൈ 7 ആണ് എത്രയെന്ന് കിട്ടിയിട്ടുള്ള? 41 എന്ന് തന്നിട്ടുള്ളത്. ഇനി ഈ 7x പ്ലസ് 42 ന്യൂമറേറ്ററിലുള്ള 7x പ്ലസ് 42 എന്ന് എനിക്ക് എന്ത് ചെയ്യാം? 7 കോമൺ എടുക്കാം. 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? 7xൽ നിന്ന് 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സേ ഉള്ളൂ. 42 എന്ന് 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 7 ഉള്ളൂ. ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 40. ഈ 7ഉം 7ഉം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്താ? എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 41. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 35. എത്ര വന്നു? ഓപ്ഷൻ സി. സോറി, ക്ലിയർ ആണേ? ഇനി ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം ഒന്ന് നോക്കിയേ. ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും n നമ്പേഴ്സിന്റെ ആവറേജ്, n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ്, ഈ n എന്ന് പറയുന്നത് ഓഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓഡ് കോൺസിക്യൂട്ടീവ് n ഓഡ് കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് വരാൻ നേരത്തെ 2 മിഡിൽ വാല്യൂ വരും. അപ്പൊ അത് രണ്ടിന്റെ ആവറേജ് ആയിരിക്കും. എനിവേ അത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും അല്ലെ. ഇതിലെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? എക്സ് പ്ലസ് 6 ആണ് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 6 ആണ് മിഡിൽ വാല്യൂ. അതാണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള? 41 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? 41 മൈനസ് 6 35. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മറിച്ച് ഈവൻ ആയിരുന്നെങ്കിലോ? ദി ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്നായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഈ 12 ഇല്ല അല്ലെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മിഡിൽ വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇതിന്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഇതിന് 2 മിഡിൽ വാല്യൂസ് വരും അല്ലെ. എക്സ് പ്ലസ് 4ഉം എക്സ് പ്ലസ് 6ഉം വരും അതിന്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ആവറേജ് എന്ന് പറയുന്നത്? എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2, അതായിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2x പ്ലസ് 10 അല്ലെങ്കിൽ എക്സ് പ്ലസ് 5. എക്സ് പ്ലസ് 5 ആയിരിക്കും എത്രയെന്ന് പറയുന്നത്? 41 എന്ന് പറയും. ക്ലിയർ ആണേ? അത് ശ്രദ്ധിക്കുക. ഈവൻ ആണോ ഓഡ് ആണോ പറയുന്നത്. പക്ഷേ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അതും അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് numbers of girls and boys participating in sports of a school is 1:5. Okay. If the number of girls is 239, determine the number of boys participating in the sports. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്കൂളിലെ ഗേൾസും ബോയ്സും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ റേഷ്യോ ആണ് 1:5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൂടെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഗേൾസ് 239 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ബോയ്സ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. എളുപ്പ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മുടെ ഈ റെയിൽവേയുടെ ഗുണം ഇതാ. റെയിൽവേയുടെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ക്യു എയുടെ കേസ് പറയുകയാണെങ്കിൽ ക്യു എ ആണെങ്കിൽ റീസണിംഗ് ഒരുപാട് എളുപ്പ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക, നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അതായത് ഒരു സ്കൂളിൽ ഗേൾസും ബോയ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 1:5 അല്ലെ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഗേൾസ് ആണ് 239 അല്ലെ. ഇനി നമ്മുടെ റേഷ്യോ നോക്കിയേ. ഗേൾസിന്റെ റേഷ്യോ എത്രയാ? 1 ആണ്
അപ്പൊ നമുക്ക് 1 ആണ് എത്രയും തന്നിട്ടുള്ള 239 തന്നിട്ടുള്ള 1 ആണ് 239. ഇനി നമ്മുടെ ബോയ്സിന്റെ റേഷ്യോ എത്രയാ 5 ആണ്. 1 239 ആണെങ്കിൽ 5 എത്രയാ 239 ഇൻറ്റു 5. അത് എത്രയെന്ന് വന്നു 239 ഇൻറ്റു 5 എത്രയാ 1195. ഓപ്ഷൻ എത്ര വന്നു ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അതായത് ബോയ്സിന്റെയും ഗേൾസിന്റെയും ബോയ്സിന്റെയും റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ളത് 1:5 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. ആ കോൺസ്റ്റന്റ് വാല്യൂ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടല്ലേ നമുക്ക് റേഷ്യോയിൽ വരുന്നത് 1:5 എന്ന് പറയുന്ന റേഷ്യോ. ആ കോൺസ്റ്റന്റ് വാല്യൂ എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗേൾസ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയും തന്നിട്ടുണ്ട് 239 തന്നിട്ടുണ്ട്. അതായത് 1x ആണ് 239, അതായത് x ആണ് 239. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ നമ്പർ ഓഫ് ബോയ്സ് എത്ര എന്നുള്ളതാണ്. ബോയ്സിന്റെ റേഷ്യോ എത്ര 5x ആണ്. 1x 239 ആണെങ്കിൽ 5x എത്ര ആയിരിക്കും 239 ഇൻറ്റു 5. അതാണ് എത്രയെന്ന് കിട്ടിയിട്ടുള്ള 1195. അതേപോലെ ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു എളുപ്പ രീതിയുണ്ട്. 239 ഇൻറ്റു 5 എന്നുള്ളതിന് എനിക്ക് 10/2 എന്ന് എഴുതി കൂടെ. 10/2 ആണ് എത്രയെന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് അല്ലെ. 239 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൽ അത് എത്ര വരും 119.5 എന്ന് വരും. 119.5 ഇൻറ്റു 10 1195. ക്ലിയർ ആണേ? ഇതെപ്പോഴും ഓർത്തിരിക്കുക, ഈ 5ന്റെ മൾട്ടിപ്പിൾ ഭയങ്കര എളുപ്പമാണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് ഇൻറ്റു 10 ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ എ ബോട്ട് ടു ട്രാവൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം if the distance traveled in each direction is 495. If the speed of the boat is 32 km per hour and the speed of the current is 23 km per hour. Okay. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോട്ടിന് അപ്സ്ട്രീമിലോട്ടും ഡൗൺ സ്ട്രീമിലോട്ടും പോയി വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. 495 കിലോമീറ്റർ എത്ര സമയത്തിനുള്ളിൽ പോയി വരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഇനി നോക്കുക, സ്പീഡ് ഓഫ് ദ ബോട്ട് തന്നിട്ടുണ്ട് 32 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് ദ ബോട്ട് തന്നിട്ടുണ്ട്, ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 32 കിലോമീറ്റർ പെർ അവർ. അതേപോലെ കറണ്ടിന്റെ സ്പീഡും തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ദ കറണ്ടും തന്നിട്ടുണ്ട്. എത്രയാണ് 23 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും എത്ര ആയിരിക്കും? എന്താ ഈ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും? ഇൻ കേസ് അതെങ്കിലും ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ, ഇങ്ങോട്ടാണ് വെള്ളത്തിന്റെ ഒഴുക്ക്. ഓക്കെ, ഇങ്ങോട്ടാണ് വെള്ളത്തിന്റെ ഒഴുക്ക്. അതേ ഡയറക്ഷനിൽ തന്നെ ബോട്ടും പോവുക. ഓക്കെ, വെള്ളത്തിന്റെ ഒഴുക്ക് ഇങ്ങോട്ടാണ്, അതേ ഡയറക്ഷനിൽ തന്നെ എന്തും ചെയ്യാണ് ബോട്ടും അതേ ഡയറക്ഷനിൽ തന്നെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് ദ കറണ്ട് ആയിരിക്കും അല്ലേ. കാരണം എന്താ, ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ട്, അതേപോലെ ആ വെള്ളത്തിന് ഒഴുക്കും ഉണ്ടല്ലോ. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എത്രയായി? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 32 പ്ലസ് 23, അതാണ് എത്ര 55. ഇനി അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ അതിന്റെ ഓപ്പോസിറ്റാ. ഒഴുക്ക് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ ബോട്ട് പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ബോട്ട് പോകുന്നത് എങ്ങോട്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡൗൺ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്പീഡ് ഓഫ് ദ ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് ദ കറണ്ട് ആയിരിക്കും. സ്പീഡ് ഓഫ് ദ ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് ദ കറണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? 32 മൈനസ് 23 എത്ര വന്നു? 9 വന്നു. ക്ലിയർ ആണേ? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് ദ സ്പീഡ് ഓഫ് ദ ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു ട്രാവൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. ഓക്കെ, 495 കിലോമീറ്റർ പോയി വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്തറിയാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. നമുക്ക് വേണ്ടത് ടൈമാണ്. അപ്സ്ട്രീം മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 495 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലെ. 495 കിലോമീറ്റർ. ഇത് അങ്ങോട്ട് പോവുകയും വേണം, തിരിച്ചു വരികയും വേണം. ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപ്സ്ട്രീം ആണെന്ന് വിചാരിക്കുക. അങ്ങോട്ട് പോകുന്നത് അപ്സ്ട്രീം ആണെങ്കിൽ തിരിച്ചു വരുന്നത് എന്തായിരിക്കും?
ഡൗൺ സ്ട്രീം ആയിരിക്കും അല്ലെ, തിരിച്ചു വരുന്നത് എന്തായിരിക്കും, ഡൗൺ സ്ട്രീം ആയിരിക്കും. ഇനി അപ്സ്ട്രീമിലോട്ട് പോകാൻ എത്ര സമയം എടുത്തു എന്ന് നോക്കാം. അപ്സ്ട്രീമിലോട്ട് പോകാൻ നേരത്തുള്ള സ്പീഡ് എന്ന് പറയുന്നത് 9 km/h ആണ്. അത് നമുക്ക് കിട്ടി 9 km/h. 9 km/h ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാ, 495 km ഡിവൈഡഡ് ബൈ T1 എന്ന് എടുത്തോ, അപ്സ്ട്രീമിലോട്ട് പോയി വരാനുള്ള സമയം. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീമിലോട്ട് പോയി വരാനുള്ള സമയം എത്ര കിട്ടി, 495 ഡിവൈഡഡ് ബൈ 9. ഇത് എത്രയാ, 495 ഡിവൈഡഡ് ബൈ 9, 45 55 എന്ന് വരും അല്ലെ. T1 എന്ന് പറയുന്നത് 55 hour എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് അങ്ങോട്ട് അപ്സ്ട്രീം ആണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് അതെന്തായിരിക്കും, ഡൗൺ സ്ട്രീം ആയിരിക്കും. ഡൗൺ സ്ട്രീം വരാനുള്ള സമയം എത്രയാ നോക്കിയേ, ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു, ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്, 55. 55 ഈസ് ഈക്വൽ ടു 495 ഡിവൈഡഡ് ബൈ T2. അങ്ങനെയാണെങ്കിൽ T2 എത്രയാ, 495 ഡിവൈഡഡ് ബൈ 55. T2 എത്ര വരും, ഇത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പം 9 എന്ന് വരും. കാരണം 495 ഡിവൈഡഡ് ബൈ 9 55 ആണെങ്കിൽ 495 ഡിവൈഡഡ് ബൈ 55 എത്ര ആയിരിക്കും, 9 ആയിരിക്കും. അപ്പൊ T2 9 hour എന്നും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ടൈം ടേക്കൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ടൈം ടേക്കൺ എത്രയാ, 55 പ്ലസ് 9, 59 പ്ലസ് 9, അത് എത്ര വന്നു, 64. ഓപ്ഷൻ എന്ത് വന്നു, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ, ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതിന്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, മീൻ എന്ന് പറഞ്ഞാൽ എന്താ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് തന്നെയാണ്. ഓക്കെ, മീനും ആവറേജ് എന്താണ്, സെയിം ആണ്. മീൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, ആവറേജ്, ശരാശരി. ഓക്കെ, ഇതിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ x1 x2 x3 ടിൽ xn ആണെങ്കിൽ, അതേപോലെ അതിന്റെ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഒബ്സർവേഷൻ x1 x2 x3 ടിൽ xn ആണെങ്കിൽ, അതേപോലെ അതിന്റെ ഫ്രീക്വൻസി f1 f2 f3 ടിൽ fn ആണെങ്കിൽ, അതിന്റെ മീൻ എന്ന് പറയുന്നത് എന്താ, അതിന്റെ മീൻ എന്ന് പറയുന്നത് x1 f1 പ്ലസ് x2 f2 പ്ലസ് x3 f3 till xn fn the whole divided by f1 plus f2 plus f3 till fn ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഇന്റർവെല്ലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ കേസിൽ ഇതാണ് x1, 5 ആണ് x1, 6 ആണ് x2, 15 ആണ് x3, 9 ആണ് x4, x5 ആണ് 8. അതേപോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് 10, 5, 8, 10, 9. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇനി ടോട്ടൽ ഫ്രീക്വൻസി എത്രയാ, 10 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 9. അതാണ് ഈ f1 പ്ലസ് f2 പ്ലസ് f3 പ്ലസ് f4 പ്ലസ് f5. അത് എത്രയെന്ന് കിട്ടി, ആഡ് ചെയ്തേ. 10 പ്ലസ് 5 15, 15 പ്ലസ് 10 25, 25 പ്ലസ് 9 34, 34 പ്ലസ് 8 42, 42 എന്ന് കിട്ടി. ഇനി xi fi കണ്ടുപിടിക്കാലോ. x1 f1 ഇതല്ലേ x1, ഇതാണ് f1. അപ്പൊ x1 f1 എന്ന് പറയുന്നത് എന്താ, 5 × 10, 5 × 10 എത്രയാ, 50. അടുത്ത 6ഉം 5ഉം, 6 × 5 എത്ര, 30. ഇനി 15 × 8 എത്ര, 120. 9 × 10 എത്ര, 90. 8 × 9 എത്ര, 72. ഇനി എന്തായിരുന്നു ഇക്വേഷൻ, x1 f1 പ്ലസ് x2 f2 പ്ലസ് x3 f3 പ്ലസ് x4 f4 പ്ലസ് x5 f5 the whole divided by f1 പ്ലസ് f2 പ്ലസ് f3 till fn, അതായത് f5 വരെ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് the whole divided by 42. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന നേരത്തെ എത്ര വന്നു, 50 പ്ലസ് 30 എത്രയാ, 80. 80 പ്ലസ് 120 200. 200 പ്ലസ് 90 290. 290 പ്ലസ് 72 362.
362 ഡിവൈഡഡ് ബൈ 42 എന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്യാൻ നേരത്തെ എത്ര വന്നു? രണ്ടിന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യാലോ. 21 181 181 ഡിവൈഡഡ് ബൈ 21. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ എക്സാം ടൈം ആവാൻ നേരത്ത് നിങ്ങൾ മൊത്തം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, മൊത്തം ഇതിനെ ഫ്രാക്ഷൻ ആക്കാനൊന്നും നിൽക്കണ്ട. ഇത് നോക്കിയേ, എല്ലാ ഓപ്ഷൻ ഫ്രാക്ഷനല്ല, പക്ഷെ ഇവിടുത്തെ വാല്യൂ നോക്കുക 6 9 7 8. അതേതാന്ന് നോക്കിയാൽ പോരെ. 21 × 6 എത്ര? 6 12 126. അപ്പൊ 6 അല്ല, ഇനി എന്തുണ്ട്? 121 × 8 8 168. 168 എന്ന് പറയുന്നത് എന്താ? 181 താഴെയുള്ളതാണ്. ഇനി 21 × 9 ചെയ്ത് കഴിഞ്ഞാലോ? 21 × 9 ചെയ്ത് കഴിഞ്ഞാൽ വരുമോ? 181 കഴിഞ്ഞു പോകത്തില്ലേ? 181 ഡിവൈഡഡ് ബൈ 21 ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്രയേ വരത്തുള്ളൂ? 168 വരത്തുള്ളൂ അല്ലേ? 168 എത്ര തവണ? 8 തവണ. ബാക്കി എത്ര വരും? 13 വരും അല്ലേ? നിങ്ങൾ ഈ 13 ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ഈ 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ വേറെ എവിടെ 8 ഇല്ല, ഏതിൽ മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. എങ്കിലും ബാക്കി ചെയ്യുകയാണെങ്കിൽ ബാലൻസ് 13 എന്ന് വരും. അതായത് 8 13 ഡിവൈഡഡ് ബൈ 21 തന്നെ വരും. എത്ര വന്നു? ഓപ്ഷൻ എ. ഇങ്ങനെ ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ ഏകദേശം ഒരു പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, മീന് മീഡിയൻ മോഡ് സ്റ്റാറ്റിന്റെ ഒരു അറൌണ്ട് 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ കമ്പനി ഏൺസ് എ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ കമ്പനീസ് 3 പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ 4:12:5. If the difference between the smallest and the largest share is 20,208, the total profit of the company is. Okay. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, അത് അവരുടെ 3 പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എങ്ങനെ? 4:12:5. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ഷെയർ ഈസ് 20,208. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ കിട്ടിയ ആളുടെയും ഏറ്റവും കുറവ് കിട്ടിയ ആളുടെയും എമൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 20,208. അങ്ങനാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയെന്നുള്ളതാണ് ചോദ്യം. 4:12:5. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ആർക്കാ? 4 ആണോ 12 ആണോ 5 ആണോ? 12 ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ കിട്ടിയ എത്ര? 12 ആണ്. ഏറ്റവും കുറവ് കിട്ടിയ എത്രയാ? 4 ആണോ 5 ആണോ? 4. അപ്പൊ 12 4 12 ആണ് ഏറ്റവും കൂടുതൽ, 4 ആണ് ഏറ്റവും കുറവ്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ കിട്ടിയ ആളുടെയും ഏറ്റവും കുറവ് കിട്ടിയ ആളുടെയും ഡിഫറൻസ് ആണ് തന്നേക്കുന്നത്. അതായത് എത്ര? 12 ന്ന് 4 കുറയ്ക്കാൻ നേരത്തുള്ള 12 ന്ന് 4 കുറച്ച് എത്ര കിട്ടും? 8. അപ്പൊ 8 എന്ന് പറയുന്ന വാല്യൂ ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള 20,208. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയെന്നുള്ളതാണ് ചോദ്യം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 3 പേർക്ക് കിട്ടിയതിന്റെ സം. 3 പേർക്കല്ലേ, 3 പാർട്ട്നേഴ്സിനാണ് ടോട്ടൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 4 രൂപ കൊടുത്തു, മറ്റേയാൾക്ക് 12 രൂപ കൊടുത്തു, അടുത്ത ആൾക്ക് 5 രൂപ കൊടുത്തു. അതാണ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ മൊത്തം ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 4 + 12 + 5 എത്ര വന്നു? 4 + 12 16, 16 + 5 21. 21 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. നമുക്ക് 8ന്റെ വാല്യൂ പറയാം 20,208 ആണ്. 8 എന്ന് പറയുന്നത് 20,208 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20,208 ഡിവൈഡഡ് ബൈ 8. ഇത് എത്ര വന്നു? ക്യാൻസൽ ചെയ്യാൻ നേരത്തെ 1ന്റെ വാല്യൂ 8 20 16 2 തവണ, ബാക്കി 4 42 40 5 തവണ, റിമൈൻഡർ 2 16 2 തവണ 48 6 തവണ. 1 എന്ന് പറയുന്ന വാല്യൂ 2,526 എന്നാണ്. നമുക്കിനി എന്താ വേണ്ടത്? 21. ടോട്ടൽ പ്രോഫിറ്റ് ആണ് വേണ്ടത്. ടോട്ടൽ പ്രോഫിറ്റ് 21 ആണ്. 1 എന്ന് പറയുന്നത് 2,526 ആണെങ്കിൽ 21 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,526 × 21 ആയിരിക്കും അല്ലെ? ഇത് എത്ര കിട്ടി? 2526 50 52 64035 53,046 എന്ന് പറഞ്ഞു അല്ലെ? 53,046 എന്ന്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 2,526 × 21. അവസാനം കിട്ടുന്ന എന്തായിരിക്കും? 1 × 6 6 ആയിരിക്കും. ഓപ്ഷനിൽ എത്ര എണ്ണം ഉണ്ട് 6 വരുന്നത്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ബി ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും. ഇനി അടുത്ത ഡിജിറ്റ് കൂടെ നോക്കുക.
ഇവിടെ നോക്കുക 1 ഇൻറ്റു 2 എത്ര 2, ബാക്കി നിങ്ങൾ ചെയ്യണ്ട, ബാക്കി ഇവിടെ 2 ഇൻറ്റു 6 എത്ര 12, 2 6 2 + 2 4 46 വരുന്ന എത്ര ഓപ്ഷനേ ഉള്ളൂ, ഒരു ഓപ്ഷനേ ഉള്ളൂ. കഴിയുന്നത് സമയം കളയാതിരിക്കാൻ നോക്കുക. RRBയുടെ കേസിലൊക്കെ നമുക്ക് ആക്ച്വലി ആവശ്യത്തിന് സമയം കിട്ടും. ഓക്കെ, റെയിൽവേയുടെ ഏത് എക്സാം ആണെങ്കിലും അതുകൊണ്ട് ടൈം ഒരു ഇഷ്യൂ അല്ല. സ്റ്റിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9 men can do a piece of work in 21 days. The number of men required to complete the same work in 3 days is. എന്താ പറഞ്ഞിട്ടുള്ള 9 പേർക്ക് ഒരു വർക്ക് ചെയ്യാൻ 21 ദിവസം എടുക്കും. ഓക്കെ, 9 ആണുങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ 21 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ അതേ വർക്ക്, ശ്രദ്ധിക്കുക, അതേ വർക്ക് 3 ദിവസത്തിൽ ചെയ്തു തീർക്കാൻ എത്ര മെൻ വേണമെന്നുള്ളതാണ് ചോദ്യം. ഒരു എളുപ്പ വഴി നോക്കൂ. ഞാൻ എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് 9 × 21. ഇവിടെ 9 മെന്നും 21 ദിവസത്തിലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 9 × 21 എടുത്തത്. വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ വേറെ ആ വാല്യൂസ് എടുക്കുക. ഇപ്പൊ 8 മെന്നെ ഉള്ളായിരുന്നെങ്കിൽ 8 × 21 എടുക്കുക. ഓക്കെ, ഇനി എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ, 9 × 21. 9 ആണുങ്ങൾ 21 ദിവസത്തിൽ എന്ത് ചെയ്യും, 9 × 21 ടോട്ടൽ വർക്ക് ചെയ്യും. 9 × 21 എത്രയാ, 189. 189 വർക്ക് ചെയ്യും. അതാണ് എന്റെ ടോട്ടൽ വർക്ക് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 9 മെൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 9 മെൻ 21 ദിവസത്തിൽ 189 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 9 മെൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 189 ഡിവൈഡഡ് ബൈ 21. അതെത്രയാ, 9 അല്ലെ. ഇനി ശ്രദ്ധിക്കുക, 9 മെൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 9 വർക്ക് ചെയ്യും അല്ലെ. 9 ആണുങ്ങൾ ഒരു ദിവസം 9 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മെൻ എത്ര വർക്ക് ചെയ്യും? 9 ഡിവൈഡഡ് ബൈ 9 എത്ര, 1. മനസ്സിലായോ? 9 മെൻ ഒരു ദിവസത്തിൽ 9 വർക്ക് ചെയ്യും അല്ലെ. 9 മെൻ ഒരു ദിവസത്തിൽ 9 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മെൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 9 ഡിവൈഡഡ് ബൈ 9 1. അപ്പൊ ഒരാളുകൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. ഇനി നോക്കിയേ, നമ്മളോട് ചോദിച്ചെങ്കിൽ എന്താ, ആ വർക്ക് 3 ദിവസത്തിൽ തീർക്കാൻ എത്ര ആളുകൾ വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരാണ് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ് ആളുകൾ എത്ര വർക്ക് ചെയ്യും? എക്സ് ആളുകൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? എക്സ് വർക്ക് ചെയ്യും. എക്സ് ഇൻറ്റു 1 എക്സ് വർക്ക് ചെയ്യും. ആ എക്സ് വർക്ക് എത്ര ദിവസം ചെയ്തു? 3 ദിവസം ചെയ്തു. ആ 3 ദിവസം ചെയ്യാൻ നേരത്ത് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആവണം. നമ്മുടെ ടോട്ടൽ വർക്ക് എത്ര? 189 അല്ലെ. അതായത് എക്സ് ആളുകൾ 3 ദിവസത്തിൽ 189 വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് ആളുകൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുമോ അതേ ഇൻറ്റു 3 എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ വർക്ക് അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു 3 ആണ് എത്രയെന്ന് പറയുന്നത്? 189. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 189 ഡിവൈഡഡ് ബൈ 3 എത്ര വന്നു? 63. അപ്പൊ 63 ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മെൻ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 3 days. എത്ര വന്നു? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രാധ thinks of a number and subtract 6 3/5 from it. 6 3/5 from it. She multiplies the result by 10. Now the result obtained is 4 times the number she thought. Then find the number. Okay. എന്താ പറഞ്ഞിരിക്കുന്ന? രാധ ഒരു നമ്പർ മനസ്സിൽ വിചാരിച്ചോട്ടെ. നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്ന? ആൻഡ് സബ്ട്രാക്ട് 6 3/5 ഫ്രം ഇറ്റ്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? 6 3/5 കുറച്ചു. 6 3/5 എന്ന് പറയുന്നത് എത്രയാ? 33 ഡിവൈഡഡ് ബൈ 5 ആണ് അല്ലെ. 33 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 33 ഡിവൈഡഡ് ബൈ 5 ആണ്. എക്സ് നമ്പറിൽ നിന്ന് 33/5 കുറച്ചു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കിട്ടിയ റിസൾട്ടിൽ നിന്ന് 10 മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? എക്സ് മൈനസ് 35 അല്ലല്ലോ, സോറി, എക്സ് മൈനസ് 33 ഡിവൈഡഡ് ബൈ 5. 33 ഡിവൈഡഡ് ബൈ 5. ഇതിൽ നിന്നാണ് ഇനി എന്ത് ചെയ്യുന്നത്? പുള്ളിക്കാരി 10 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതാണ് റിസൾട്ട്. ഇതിൽ നിന്ന് 10 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് വന്നു? എക്സ് മൈനസ് 33/5 ദ ഹോൾ ഇൻറ്റു 10. ഇനി എന്താ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? നൗ ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ഈസ് 4 ടൈംസ് ദ നമ്പർ ഷീ തോട്ട്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് രാധ എത്രയാണോ വിചാരിച്ച് അതിന്റെ 4 ഇരട്ടി ആയിരിക്കും. രാധ എത്ര വിചാരിച്ച് ഫോർ എക്സിന്റെ 4 ഇരട്ടി ആയിരിക്കും എന്നാ പറഞ്ഞേക്കും. ഓക്കെ, ഇനി ഈ 4ഉം 2ന്റെ ടേബിളില് ഈ 10ഉം 2ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യാലോ, 5 ആയി. ഇനി ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് മൾട്ടിപ്ലൈ ചെയ്ത ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് വന്നു? 5 into x 5x മൈനസ് 33 ഡിവൈഡഡ് ബൈ 5 into 5 എത്ര വന്നു? 5ഉം 5ഉം ക്യാൻസൽ ചെയ്യും, അത് അവിടെ ഇരിക്കട്ടെ. ഈസ് ഈക്വൽ ടു 2x അല്ലെ? ഇനി ഈ മൈനസ് 33 ഇങ്ങോട്ട് പോകാൻ നേരത്തെ എന്തായി? പ്ലസ് 33 ആയി. ഈ പ്ലസ് 2x ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്തായി? മൈനസ് 2x ആയി. അപ്പൊ 5x മൈനസ് 2x ഇസ് ഈക്വൽ ടു 33. അങ്ങനെയാണെങ്കിൽ 3x ഈസ് ഈക്വൽ ടു 33, x ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 എത്ര വന്നു? 11. ഓപ്ഷൻ എത്ര വന്നു? ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? 11 വന്നു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.